നമ്മൾ ഇപ്പോഴത്തെ തലമുറ എന്ന് വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ ഗ്രാസ്പ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവരിൽ നമ്മൾ ക്ലാസ് കൊടുത്തതിൻ്റെ പ്രചോദനമായിട്ട് നമ്മുടെ സ്കൂളിൽ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വിഷ്ണു നാരായണൻ, അവൻ്റെ അച്ഛൻ്റെ കടയാണ് പടിഞ്ഞാറ നടയിൽ. അവിടെ സിഗരറ്റ് ഉൽപ്പന്നങ്ങൾ വർഷങ്ങളായിട്ട് വിൽച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്ത് പറയും, അച്ഛൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ആ കുട്ടി നിർബന്ധമായിട്ട് എന്തുകൊണ്ട് വിൽക്കുന്നുള്ളത് പറഞ്ഞിട്ട് മുഴുവനായിട്ട് നിരോധിച്ച് ബാക്കിയുള്ള ഐറ്റങ്ങൾ ഫ്രൂട്ട്സുകളും മാത്രം, ജ്യൂസ്, സ്നാക്സുകൾ മാത്രമുള്ള ആയിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലഹരിവിരുദ്ധ ക്ലബ്ബ് 3ാം ക്ലാസ് തൊട്ട് തുടങ്ങിയപ്പോൾ 2 ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോഴും ഞാൻ പറഞ്ഞു സിഗരറ്റ് വിൽപ്പന നിർത്തത് ലഹരിയാണ്. ആദ്യം അപ്പോൾ അതൊന്നും മൈൻഡ് തോന്നുന്നില്ല, വിറ്റിരുന്നു. പിന്നെ 2ാമത്തെ പ്രാവശ്യം സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോൾ അപ്പം അത് വിൽപ്പന നിർത്തി. പിന്നീട് കുറേ അപ്പൂപ്പന്മാരും കോളേജിൽ പഠിക്കുന്ന ചേട്ടന്മാരും വരെ അത് ചോദിച്ചു വന്നിരുന്നു. എന്നിട്ട് ഞാൻ അപ്പോഴും പറയായിരുന്നു, ഇനി ഇത് വിൽക്കരുത്, വിൽപ്പന നിർത്തിക്കോളാൻ.